ഹായ് LCHF കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത പായസം റെസിപ്പി ഒരുപാട് പേർക്ക് ഇഷ്ടമായെന്നറിഞ്ഞു. ഗ്രൂപ്പിലെല്ലാം പിക്ചർ കാണാനിടയായി. വളരെ സന്തോഷം. ഇനി ഞാൻ വന്നിരിക്കുന്നത് വെജിറ്റബിൾ മിനി പിസ്സ റെസിപ്പിയുമായിട്ടാണ്. ഫുള്ളി വെജിറ്റബിൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു LCHF റെസിപ്പിയിലേക്ക് സ്വാഗതം. ആദ്യം ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളത് എന്ന് പറയാം. ഇവിടെ ഞാൻ പിസ്സ ബേസിന് വേണ്ടി വഴുതനങ്ങയാണ് ഉപയോഗിക്കുന്നത്. ഒരു വലിയ വഴുതന 1/4 ഇഞ്ച് കനത്തിൽ 8 കഷ്ണങ്ങളാക്കി വെട്ടിയെടുത്തിട്ടുണ്ട്. 3 LCHF ഫോളോവേഴ്സിന് വേണ്ടിയാണ് ഞാൻ ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും എടുത്തിട്ടുണ്ട്. ഇത് മതി പിസ്സ ബേസ് തയ്യാറാക്കാൻ. പിന്നെ ടോപ്പിങ്ങിന് വേണ്ടി 2 സ്പൂൺ സവാള, 2 സ്പൂൺ തക്കാളി, 2 സ്പൂൺ ബെൽ പെപ്പർ ചുവപ്പും പച്ചയും എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ക്യാബേജ്, പിന്നെ മോസറല്ല ചീസും എടുത്തിട്ടുണ്ട്. പിന്നെ പിസ്സ സോസ് വേണം. ടൊമാറ്റോ കെച്ചപ്പിലേക്ക് ബേസിൽ ലീവ്സും ഒറഗാനോയും ചേർത്ത് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഞാൻ ടൊമാറ്റോ സോസ് അപ്ലോഡ് ചെയ്ത സമയത്ത് അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. സംശയമുള്ളവർക്ക് ആ വീഡിയോ ഒന്ന് നോക്കിയാൽ. ഇനി ആദ്യം പിസ്സ ബേസ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ വഴുതനങ്ങ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം ഈ മസാലകളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഓരോ വഴുതന കഷ്ണങ്ങളിലും ഈ മസാല തേച്ച് പിടിപ്പിക്കാം. വഴുതനങ്ങ കഴുകി എടുത്ത ഉടനെ തന്നെ മസാല പുരട്ടുകയാണെങ്കിൽ വെള്ളം ചേർക്കേണ്ടതില്ല. എൻ്റെ വഴുതനങ്ങ ഇരുന്നൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ മസാല പുരട്ടിയ ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കുഴച്ചു കൊടുക്കും. എന്തായാലും മസാല ഒന്ന് പുരട്ടി നോക്കട്ടെ. വഴുതനങ്ങ നന്നായി ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ അല്പം വെള്ളം തൂവിയിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പം മസാല എല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണമെന്നില്ല. പാൻ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായി കഴിഞ്ഞാൽ പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. ഓരോന്നായിട്ട് ഞാൻ പാനിലേക്ക് ഇടുകയാണ്. വലുതായതുകൊണ്ട് 3 എണ്ണം വരെ ഒരു സമയം ഫ്രൈ ചെയ്തെടുക്കാൻ കഴിയുന്നുള്ളൂ. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഒരു സൈഡ് മൊരിഞ്ഞ ശേഷം മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതും വേവായി വരട്ടെ. ഇപ്പോൾ 2 സൈഡും വേവായിട്ടുണ്ട്. എന്നാൽ പിസ്സയുടെ ബേസായി ഉപയോഗിക്കുന്നത് കൊണ്ട് അടിഭാഗം ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് പിസ്സ തയ്യാറാക്കാം. വഴുതന കഷ്ണത്തിൻ്റെ മുകളിൽ പിസ്സ സോസ് തേച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ വരെ സോസ് മതി ഓരോ കഷ്ണത്തിലേക്കും. പിസ്സ സോസിൽ ഉപ്പും കുരുമുളകും എല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്തതാണ്. ഇനി നമ്മളെടുത്ത ഓരോ പച്ചക്കറികളും ഇതിൻ്റെ മുകളിൽ വിതറിക്കൊടുക്കാം. കാപ്സിക്കം കഷ്ണങ്ങൾ ഒരു 4 എണ്ണം വീതം, പിന്നെ ചുവപ്പ് നിറത്തിലുള്ള കാപ്സിക്കം ഒരു 4 എണ്ണം വീതം, പിന്നെ സവാള, അങ്ങനെ ഓരോന്നായിട്ട് വിതറിക്കൊടുക്കാം. ഞാനിവിടെ സവാള വെച്ച് കൊടുക്കുകയാണ്. ഇനി ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുകളിൽ പച്ചമുളക് കഷ്ണങ്ങൾ 3-4 വെച്ച് കൊടുക്കാം. ഇവിടെ എരി കുറഞ്ഞ പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഏറ്റവും മുകളിൽ മോസറല്ല ചീസ് വിതറിക്കൊടുക്കാം. കുറച്ച് വലിയ വഴുതന കഷ്ണമാണെങ്കിൽ ഇതുപോലെ വിതറി കൊടുക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാകും. ചെറുതാണെങ്കിൽ പ്രയാസമായിരിക്കും. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. വെരി ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ആവശ്യമെങ്കിൽ വെളിച്ചെണ്ണ വീണ്ടും ഒഴിച്ചു കൊടുക്കണം. വഴുതനയുടെ അടി കരിഞ്ഞു പോവരുത്. ഞാനിവിടെ അല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അടച്ചു വെക്കാം. വെരി ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ഒരു ഗ്ലാസ് ലിഡ് ആവുമ്പോൾ നമുക്ക് കാണാം മോസറല്ല ചീസ് മെൽറ്റ് ആയിട്ടുണ്ടോ എന്ന്. ചീസ് ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പിസ്സ റെഡിയായി. ഇനി നമുക്ക് ഫ്രൈ പാനിൽ നിന്നും മാറ്റാം.
ഇതുപോലെ ബാക്കിയുള്ള വഴുതന കഷ്ണവും ഫ്രൈഡ് ചെയ്തെടുത്ത ശേഷം ടോപ്പിംഗ് വെച്ച് പിസ്സ തയ്യാറാക്കി എടുക്കാം. ഈ പിസ്സ ചൂടോടുകൂടി കഴിക്കുകയാണ് ടേസ്റ്റ്. ചൂട് പോയാൽ മോസറല്ല ചീസിൻ്റെ ഫ്രഷ്നെസ് നഷ്ടമാകും. ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. ഇനി കൂടുതലായിട്ട് വേണമെങ്കിൽ കെച്ചപ്പും മയണൈസും മിക്സ് ചെയ്ത് അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ തനിച്ചും കഴിക്കാം. ഞാൻ ഇങ്ങനെ തനിച്ചാണ് കഴിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി സോസ് കൂടി ഉണ്ടെങ്കിൽ അല്പം കൂടി നന്നാകും എന്ന്. ഒരാൾക്ക് 2 എണ്ണം കഴിച്ചാൽ തന്നെ അത്യാവശ്യം വയറ് ഫുള്ളാകും. രാവിലെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാൽ 10-20 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയായി കിട്ടും. ഫുള്ളി വെജിറ്റേറിയനായ ആൾക്കാർക്ക് അവരുടെ മെനുവിൽ ഉൾപ്പെടുത്താവുന്ന ഒരു റെസിപ്പിയാണിത്. പിന്നെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, LCHFൽ ഭക്ഷണത്തിന് സമയങ്ങളില്ല. എപ്പോഴാണ് വിശക്കുന്നത് അപ്പോൾ കഴിക്കുക. വിശപ്പ് മാറിയാൽ നിർത്തുക. ഭക്ഷണത്തിൻ്റെ ഇടവേള പരമാവധി വർദ്ധിപ്പിക്കുക. കൂടെ പരമാവധി വെള്ളം കുടിക്കേണ്ട കാര്യം മറന്നു പോവരുത്. വെള്ളം കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെനിഫിറ്റ് എല്ലാം സ്ലോ ആകും. അപ്പോൾ ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും സഹായിക്കുകയും ചെയ്ത എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും 1000 നന്ദി.